ടി സിദ്ദിഖിനെ കൂക്കി വിളിച്ചത് ഔചിത്യമില്ലാത്ത നടപടിയെന്ന വിമർശനം. വയനാട്ടിലുള്ളവർ സിദ്ദിഖിനെ കൂക്കി വിളിക്കില്ലെന്ന് ദുരിതബാധിതർ. കൂക്കി വിളിച്ചത് വയനാട്ടുകാർ തന്നെയെന്ന് വസീഫ്. സിദ്ദിഖിനെ കൂക്കി വിളിച്ചത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണെങ്കിൽ അത് ബൂമറാങ് ആയെന്ന് CPM തിരിച്ചറിയണമെന്ന് സോഷ്യൽ മീഡിയ. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി നിർമ്മിച്ച ടൗൺഷിപ്പ് നാടിന് സമർപ്പിച്ച പരിപാടിയിൽ സ്ഥലം MLA ആയ ടി സിദ്ദിഖിനെ കൂക്കി വിളിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. ഒരു തരത്തിലും രാഷ്ട്രീയം കടന്നുവരാൻ പാടില്ലാത്ത പരിപാടിയിൽ കോൺഗ്രസ് MLA ആയ ടി സിദ്ദിഖിനെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത വിധം ഒരു വിഭാഗം ആളുകൾ കൂക്കി വിളിച്ചതിൽ ദുരിതബാധിതർ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ അമർഷവും നിരാശയും പങ്കുവച്ചു. ദുരിതബാധിതർ പലരും സിദ്ദിഖ് MLAയെ ആശ്വസിപ്പിക്കാൻ രംഗത്തു വന്നതും കൂക്കി വിളിച്ചവർക്ക് തിരിച്ചടിയായി. തങ്ങൾക്കൊപ്പം നിന്നവരെ തിരിച്ചറിയാമെന്നായിരുന്നു അവരുടെ വാക്കുകൾ. സഖാക്കൾ അവഹേളിച്ചപ്പോൾ അവർ സ്നേഹത്തോടെ സിദ്ദിഖിനെ ചേർത്ത് നിർത്തി. ഞങ്ങൾക്കറിയാമല്ലോ എന്നായിരുന്നു സിദ്ദിഖിനോട് പറഞ്ഞത്. വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി ദുരന്തമുണ്ടായപ്പോൾ ആദ്യം അവിടെ ഓടിയെത്തിയ രാഷ്ട്രീയക്കാരിൽ ഒരാൾ സ്ഥലം MLA ആയിരുന്ന ടി സിദ്ദിഖായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ രാത്രിയിൽ വിളിച്ച് ദുരന്തം അറിയിച്ചതും സിദ്ദിഖായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവിടെ ഓരോ ഘട്ടത്തിലും ദുരിതബാധിതരുടെ ആവശ്യങ്ങൾക്കായി ഒപ്പം നിന്നു. പല സംഘടനകളുമായി സഹകരിച്ച് സഹായങ്ങൾ എത്തിക്കാൻ അവർക്കൊപ്പം നിന്നു. ഇത്രയും ജനകീയമായി ഇടപെട്ട MLAയെ തെരഞ്ഞെടുപ്പിന് മുൻപ് മോശക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം നടത്തിയതെന്ന ആക്ഷേപം ശക്തമാണ്. സ്വാഗത പ്രസംഗത്തിൽ ചീഫ് സെക്രട്ടറി A ജയതിലക് MLAയുടെ പേര് പരാമർശിച്ചപ്പോഴും പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും സദസ്സിൽ നിന്ന് ഒരു വിഭാഗം നിർത്താതെ കൂകി വിളിച്ചു. സദസ്സിന്റെ മുൻനിരയിലുണ്ടായിരുന്ന പ്രാദേശിക CPM നേതാക്കൾ സദസ്സിലേക്ക് ഇറങ്ങി കൂവൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. വേദിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇടപെട്ടില്ല. കൂവൽ വകവയ്ക്കാതെ പ്രസംഗം തുടർന്ന MLA അതിജീവിത കുടുംബങ്ങളിലെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതുൾപ്പെടെ താൻ നടത്തിയ ഇടപെടലുകൾ വിശദീകരിച്ചു. ദുരന്തബാധിത കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥതയുടെ ഒരു ശബ്ദം പോലും ഉണ്ടാകില്ലെന്നും മറ്റുള്ള അപശബ്ദങ്ങളെ താൻ കണക്കാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ മന്ത്രി K രാജൻ വെറുതെ കല്ലിട്ട് പോകുന്നവരല്ല തങ്ങളെന്നും കല്ലിട്ടാൽ കല്ലിന്മേൽ കല്ലിട്ട് അത് വീടാക്കും, അത് അർഹതപ്പെട്ടവർക്ക് കൈമാറുമെന്നും പറഞ്ഞപ്പോൾ വലിയ കയ്യടി ഉയർന്നിരുന്നു. ഇത്രയും സന്തോഷകരമായ സന്ദർഭത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു പരാമർശം വേണ്ടായിരുന്നുവെന്ന് ഉദ്ഘാടന ചടങ്ങിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ടി സിദ്ദിഖ് പറഞ്ഞു. കൂക്കി വിളിച്ചവരെ നിയന്ത്രിക്കാൻ പറ്റുന്നവർ വേദിയിലുണ്ടായിരുന്നുവെങ്കിലും ആരും അതിന് മുതിരാതിരുന്നത് വേദനിപ്പിച്ചുവെന്നും സിദ്ദിഖ് പറഞ്ഞു. കൂക്കി വിളിക്കായി ആസൂത്രിതമായ ശ്രമം നടന്നെന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തിയവരാണ് കൂവിയതെന്നും അദ്ദേഹം ആരോപിച്ചു. തന്റെ പേര് പറഞ്ഞപ്പോൾ ദുരന്തബാധിതർ കൈയടിച്ചുവെന്നും സിദ്ദിഖ് പറഞ്ഞു. ദുരന്തബാധിതർക്കായി പലരും ചേർന്ന് ഇതിനകം 100ഓളം വീടുകൾ നൽകിയിട്ടുണ്ടെന്നും ശനിയാഴ്ചയും 51 വീടുകൾ നൽകിയിട്ടുണ്ടെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിക്കവേ ടി സിദ്ദിഖിനെതിരെ സംഘടിതമായി ഇടതുപക്ഷ പ്രവർത്തകർ കൂക്കി വിളിച്ച നടപടി ഏറെ പ്രതിഷേധാർഹമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പ്രതികരിച്ചു. കൂക്കി വിളിച്ചവരെ അടക്കി നിർത്താൻ DYFI നേതാവ് വസീഫ് ശ്രമം നടത്തുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. വസീഫ് നടത്തിയ ഇടപെടൽ മാതൃകാപരമായിരുന്നുവെന്ന അഭിപ്രായം പൊതുവെ ഉയർന്നു. അതേസമയം സിദ്ദിഖ് നടത്തിയ ചില പരാമർശങ്ങളോടുള്ള വിയോജിപ്പാകാം ദുരിതബാധിതരെ കൂക്കി വിളിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വസീഫ് പറഞ്ഞു. എന്നാൽ കൂക്കി വിളിച്ചത് ദുരിതബാധിതരല്ലെന്നും പുറമേ നിന്ന് പ്രത്യേക താൽപര്യപ്രകാരം എത്തിയവരാണെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി. ദുരിതബാധിതരായവരും ഇതേ അഭിപ്രായം പങ്കുവച്ചതോടെ കൂക്കിവിളി CPMനും സർക്കാരിനും തിരിച്ചടിയായി.